ഹലോ ട്രേഡേഴ്സ്, ട്രേഡിങ്ങിനെ പറ്റി എ ടു ഇസഡ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കുന്ന ഈ ഒരു സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ മൂന്നാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് മുതലാണ് ക്രിപ്റ്റോ കറൻസിയെ പറ്റി നമ്മൾ പഠിച്ച് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്കും പെന്നും കയ്യിലെടുത്ത് വയ്ക്കുക. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോട്ടിൽ എഴുതി തന്നെ മുന്നോട്ട് പോവുക. അപ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു കറൻസിയാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ റുപ്പി പോലെ US ഡോളർ പോലെയൊന്നും അല്ല. എൻ്റെ ഡിഫറൻ്റ് ആയിട്ടാണ് ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസിയാണ്. നോട്ടിൽ എഴുതി പോവുക. ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസിയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസി എന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസി ഓരോ വേർഡായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ കറൻസി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ ഡീസെൻട്രലൈസ്ഡും അതുപോലെ തന്നെ വെർച്വലും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിൽ വെർച്വൽ എന്താണെന്ന് നോക്കാം. അതായത് ഈ ക്രിപ്റ്റോ കറൻസികൾ വെർച്വലി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റലി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഒരു കാരണവശാലും ബാങ്ക് നോട്ടുകളായിട്ടോ കോയിനുകളായിട്ടോ നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ രൂപയുടെ 100 രൂപ നോട്ടോ 50 രൂപ നോട്ട് പോലെയൊന്നും ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. അല്ലെങ്കിൽ കോയിനുകളായിട്ടോ 5 രൂപയുടെ കോയിനോ അല്ലെങ്കിൽ 10 രൂപയുടെ കോയിനോ ആയിട്ട് ഒരിക്കലും നമുക്ക് ലഭിക്കത്തില്ല. ക്രിപ്റ്റോ കറൻസികൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഡീസെൻട്രലൈസ്ഡ് വെർച്വൽ കറൻസി. അപ്പോൾ എന്താണ് ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇന്നത്തെ നമ്മുടെ കറൻസി സിസ്റ്റം പ്രവർത്തിക്കുന്നത്, അതായത് ഇന്ത്യൻ രൂപ ആയിക്കോട്ടെ അല്ലെങ്കിൽ US ഡോളർ ആയിക്കോട്ടെ, ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗവൺമെൻറ്റിൻ്റെയും അതിന് താഴെയുള്ള സെൻട്രൽ ബാങ്കിൻ്റെയും കൺട്രോളിലാണ് ഇവ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇവയാണ് നമ്മൾ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് രീതിയിലാണ് ഇന്നത്തെ നമ്മുടെ കറൻസി സിസ്റ്റം പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ ആർക്കൊക്കെ കൺട്രോൾ ഉണ്ട്? സെൻട്രൽ ബാങ്ക് ആയിട്ടുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും കൺട്രോൾ ഉണ്ട്, കൂടാതെ ഗവൺമെൻറ്റിനും കൺട്രോൾ ഉണ്ട്. അപ്പോൾ ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റമായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ക്രിപ്റ്റോ കറൻസിക്ക് ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിലുള്ള സെൻട്രൽ ബാങ്കിൻ്റെ കൺട്രോളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ആരുടെയും കൺട്രോളിലല്ല ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെയോ മറ്റേതെങ്കിലും ഒരു എൻറ്റിറ്റിയുടെയോ കൺട്രോളിലല്ല നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്. അപ്പോൾ ഈ വേർഡ് ഡീസെൻട്രലൈസ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സെൻട്രലൈസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ബാങ്കിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും കൺട്രോളിൽ പ്രവർത്തിക്കുന്ന കറൻസീസാണ്. അതേസമയം ക്രിപ്റ്റോ കറൻസി എടുത്ത് നോക്കുവാണെങ്കിലോ ഗവൺമെൻറ്റിന് കൺട്രോളില്ല, സെൻട്രൽ ബാങ്കിന് കൺട്രോളില്ല, മറ്റാർക്കും തന്നെ കൺട്രോളില്ലാതെ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിക്കൊണ്ടാണ് ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണിത് പ്രവർത്തിക്കുന്നത് എന്ന് എല്ലാവർക്കും ഒരു ഡൗട്ട് വന്നേക്കാം. പ്രധാനമായിട്ട് 2 ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്, ക്രിപ്റ്റോഗ്രഫിയും അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും. എന്തിനു വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്? സെക്യൂർ ആയിട്ട് ക്രിപ്റ്റോ കറൻസികൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോഗ്രഫി യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജി? അതായത് നമ്മൾക്കിപ്പോൾ എൻ്റെ കയ്യിലൊരു 10 ലക്ഷം രൂപയുണ്ട്. എനിക്ക് എൻ്റെ സുഹൃത്തിന് ഒരു 5 ലക്ഷം രൂപ അയച്ചു കൊടുക്കണം. അപ്പോൾ അതിന് കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബാലൻസ് എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എന്തായിട്ടുണ്ട്? 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കണക്കും കാര്യങ്ങളും പ്രോപ്പറായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കണക്കും കാര്യങ്ങളും സൂക്ഷിക്കുന്നത് ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ ലെഡ്ജറായിട്ട് നമുക്ക് ബ്ലോക്ക് ചെയിനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ കയ്യിലും എത്രയൊക്കെ എമൗണ്ടുകളുണ്ട്, ആർക്ക് അയച്ചു. ഇപ്പോൾ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൽ 5 ലക്ഷം രൂപ എൻ്റെ സുഹൃത്തിന് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ബാലൻസ് എൻ്റെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്, ആളുടെ ബാങ്ക് അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ കണക്കും കാര്യങ്ങളും കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുന്ന, സ്റ്റോർ ചെയ്ത് വെക്കുന്ന ലെഡ്ജറാണ് ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നോർമലി നമ്മുടെ ബാങ്കിലൊക്കെ ആണെങ്കിൽ അവരുടെ ലെഡ്ജറിലാണ് ഈ പറയുന്ന കണക്കും കാര്യങ്ങളും എല്ലാം എഴുതി വെക്കുന്നത്. അതേസമയം നമ്മുടെ ഒരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞു ഒരു എൻറ്റിറ്റിയുടെയും കൺട്രോളിലല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ചെയിനിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ലെഡ്ജർ അല്ലെങ്കിൽ കണക്കും കാര്യങ്ങളും സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ സെക്യൂറായിട്ട് ക്രിപ്റ്റോ കറൻസികൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിപ്റ്റോഗ്രഫിയാണ് വർക്കൗട്ട് ആകുന്നത്. അതേസമയം കണക്കും കാര്യങ്ങളും സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് അവിടെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ് വർക്കൗട്ട് ആകുന്നത്. ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ പണം ഉണ്ടെങ്കിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ പേഴ്സിൽ വയ്ക്കും, അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യും, അല്ലേ?
അതേസമയം ക്രിപ്റ്റോ കറൻസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലോ, ഞാൻ പറഞ്ഞു ഡിജിറ്റലി മാത്രമേ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആരുടെയും കൺട്രോളിലല്ല ക്രിപ്റ്റോ കറൻസികൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളുണ്ട്. ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് നമുക്ക് ക്രിപ്റ്റോ കറൻസി വാലറ്റുകളുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു വാലറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നമ്മുടെ ക്രിപ്റ്റോ കറൻസികൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ സഹായിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ വാലറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പോലെ നമ്മുടെ പണം നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ സൂക്ഷിച്ച് വെക്കാമല്ലോ. അതുപോലെ ക്രിപ്റ്റോ കറൻസി സൂക്ഷിച്ച് വെക്കുന്നത് ക്രിപ്റ്റോ വാലറ്റ്സിനുള്ളിലാണ്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് വാലറ്റ് വരുന്നുണ്ട്. പ്രധാനമായിട്ട് നോക്കുവാണെങ്കിൽ സോഫ്റ്റ്വെയർ വാലറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർഡ്വെയർ വാലറ്റും വരുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ വാലറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് വാലറ്റ് വരുന്നുണ്ട്. ഇനി ഹാർഡ്വെയർ വാലറ്റ് എടുത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവും അതുപോലെ തന്നെ നമ്മുടെ പെൻ ഡ്രൈവ് ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ഹാർഡ്വെയർ വാലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഒരു വാലറ്റിനുള്ളിൽ വരുന്നത്. ഒന്ന് പബ്ലിക് കീ, മറ്റൊന്ന് പ്രൈവറ്റ് കീ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ എന്താണ് പബ്ലിക് കീ എന്നും എന്താണ് പ്രൈവറ്റ് കീ എന്നും ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പബ്ലിക് കീ നമ്മളൊന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഒരാൾ പേയ്മെൻറ്റ് ചെയ്യണം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ നമുക്കൊരു ഗൂഗിൾ പേയുടെ, എല്ലാവരും ഗൂഗിൾ പേക്ക് ഫോൺ പേ പോലുള്ള ആപ്സ് യൂസ് ചെയ്യുന്നവരാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് എനിക്ക് ഇങ്ങോട്ടേക്ക് ഒരാൾക്ക് ഫണ്ട് അയക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ UPI ID അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറോ ഞാൻ ആൾക്ക് കൊടുക്കുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ ഒരു UPI ID ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അത് നേരെ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നു. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ UPI ID ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ പബ്ലിക് കീനെ കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. നോട്ട് ചെയ്യുക, ആർക്കെങ്കിലും നമുക്ക് ഫണ്ട് അയക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ പബ്ലിക് കീ ആളുടെ കയ്യിലേക്ക് കൊടുക്കുക. ആളെന്ത് ചെയ്യും? ആ പബ്ലിക് കീയിലേക്കായിരിക്കും ക്രിപ്റ്റോ കറൻസി അയക്കുന്നത്. ഇത് നേരെ എവിടെ വന്ന് ക്രെഡിറ്റ് ആകും? നമ്മുടെ ക്രിപ്റ്റോ കറൻസി വാലറ്റിലേക്ക് വന്ന് ക്രെഡിറ്റ് ആകുന്നതാണ്. ഇനി എന്താണ് പ്രൈവറ്റ് കീ? നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ അവസാനം ഒരു പിൻ അടിക്കുമോ? ഗൂഗിൾ പേയിലൊക്കെ പേയ്മെൻറ്റ് നടത്തുന്നവർക്കറിയാം. അവസാനം നമ്മളൊരു പിൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഈ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആകുന്നത്. നമുക്ക് ഒരാൾക്ക് അയച്ചു കൊടുക്കണം. അയാളുടെ പബ്ലിക് കീ നമ്മുടെ കയ്യിലേക്ക് തന്നു. അപ്പോൾ ഒരു ബിറ്റ് കോയിൻ അയാൾക്ക് അയച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ വാലറ്റിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് കീ ടൈപ്പ് ചെയ്ത് ഗൂഗിൾ പേ നമ്മൾ അകത്ത് കയറുന്നു. അതിനുശേഷം ഒരു ബിറ്റ് കോയിൻ അയച്ചു കൊടുക്കാൻ നേരത്തെ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ പിന്ന് കൊടുക്കണം. ആ പിന്നായിട്ടാണ് പ്രൈവറ്റ് കീ ഇവിടെ വർക്കാകുന്നത്. അതായത് കൃത്യമായിട്ട് നമ്മുടെ വാലറ്റിനകത്തേക്ക് കയറണമെങ്കിലോ ഒരാൾക്ക് ഫണ്ട് അയച്ചു കൊടുക്കണമെങ്കിലോ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? നമ്മുടെ പ്രൈവറ്റ് കീ ആണ് യൂസ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, പ്രൈവറ്റ് കീ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ്? നമുക്ക് നമ്മുടെ വാലറ്റിനകത്തേക്ക് ലോഗിൻ ചെയ്യണം. ആ പിന്ന് കൊടുത്താലേ നമുക്ക് നമ്മുടെ വാലറ്റ് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നേരത്തെ പറഞ്ഞ രീതിയിൽ മറ്റൊരാളുടെ വാലറ്റിലേക്ക് ക്രിപ്റ്റോ കറൻസി അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ പ്രൈവറ്റ് കീയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ ATMൻ്റെ പിന്ന് പോലെയോ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗൂഗിൾ പേ പോലുള്ള ആപ്പുകളുടെ പിൻ നമ്പറായിട്ടോ നമ്മൾ സൂക്ഷിക്കത്തില്ലേ? അങ്ങനെയാണ് ഈ പ്രൈവറ്റ് കീനെ നമ്മൾ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാരണം വെച്ചാലും പ്രൈവറ്റ് കീ ആർക്കും അയച്ചു കൊടുക്കാനായിട്ട് പാടില്ല. കാരണം അത് നമ്മുടെ പാസ്വേഡാണ്, നമ്മുടെ പിൻ നമ്പറാണ്. അതെടുത്ത് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ വാലറ്റിനുള്ളിൽ ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പബ്ലിക് കീ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ UPI ID ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫോൺ നമ്പറായിട്ടോ പേയ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഒരാൾ ഫണ്ട് അയക്കണം, ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ UPI ID അല്ലെങ്കിൽ ഫോൺ നമ്പറോ കൊടുക്കാം. അയാൾ ആ ഫോൺ നമ്പറിലേക്കോ അല്ലെങ്കിൽ ആ UPI ID ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യും. അതെൻ്റെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് നമ്മുടെ വാലറ്റ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പിൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്താലേ നമുക്ക് അതിലേക്ക് നമ്മുടെ അക്കൗണ്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ആ രീതിയിൽ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടും ഒരു ക്രിപ്റ്റോ വാലറ്റിനുള്ളിൽ വരുന്നത്. പബ്ലിക് കീയും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രൈവറ്റ് കീയും വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വാലറ്റിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഒരു ക്രിപ്റ്റോ വാലറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ പഠിച്ച് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ആകാനായിട്ട് മറക്കണ്ട. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ആകുക. കൃത്യമായിട്ട് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക.